നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. POKയിൽ ദൈനംദിനമെന്നോണം നൂറുകണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഒരു ദയയുമില്ലാതെ അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വെടിവയ്പ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ അവരുടെ ജീവനോപാധിക്ക് വേണ്ടിയിട്ടാണ്, ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിനെതിരെ നിർദാക്ഷിണ്യമായിട്ടുള്ള സമീപനമാണ് പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാകിസ്ഥാൻ സർക്കാർ ഇതിൽ ഇടപെടുന്നതേയില്ല. പാകിസ്ഥാൻ സർക്കാർ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെട്ടിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒരു തരത്തിലുള്ള നീക്കവും ഇതിനെതിരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാരതത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച പാകിസ്ഥാനിലുള്ള ഭീകരവാദികളെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെയും സേന വിന്യസിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു POK. അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവരെ പോറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നു സൈന്യത്തെ അവിടെ നിയോഗിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു അനധികൃതമായിട്ട് പാർത്തിരുന്ന കുറച്ചധികം ഭീകരവാദികൾ മാത്രമായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. മയക്കുമരുന്ന് കൃഷിയും ഭാരതത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും ഒക്കെ ആയിട്ടായിരുന്നു ഇവർ അവിടെ താമസിച്ചിരുന്നത്, താവളം ഉറപ്പിച്ചിരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള താവളങ്ങൾക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നു ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കുകയും അവർക്ക് ദൈനംദിനം ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലുമാണ് അവർ സമരവുമായി പുറത്തേക്കിറങ്ങിയത്, പ്രതിഷേധവുമായി പുറത്തേക്കിറങ്ങിയത്. ഇത് തന്നെയായിരുന്നു ബലൂചിസ്ഥാനിലും സംഭവിച്ചത്. അത്തരത്തിൽ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നടങ്കം കൂട്ടക്കുരുതി ചെയ്യുന്ന ഒരു സമീപനം, ആ സമീപനത്തിനെതിരെ അന്തർദേശീയ തലത്തിൽ പോലും ആൾക്കാർ ശബ്ദമുയർത്തിയിട്ട് പോലും പാകിസ്ഥാൻ സർക്കാർ ഇത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശങ്ങളിൽ അവർ കാത്തു സംരക്ഷിച്ചിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഭാരതത്തിനകത്തേക്ക് ഭീകരവാദികളെ കയറ്റിവിടുക. ഇവിടെ അവർ യഥേഷ്ടം അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. 1947 ഭാരതം സ്വതന്ത്രയായതിനു ശേഷം ഈ POK പ്രദേശം പാകിസ്ഥാൻ തട്ടിയെടുക്കുകയുണ്ടായി. പാകിസ്ഥാൻ തട്ടിയെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഭാഗം ശ്രദ്ധിച്ചത്, അതായത് ജമ്മു കാശ്മീരിൻ്റെ ഭാഗം ഭാരതത്തോട് കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെഹ്റു അത് കുളമാക്കുകയും ഈ പ്രദേശം പാകിസ്ഥാനിൽ, ഈ POK പ്രദേശം പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ആർട്ടിക്കിൾ 370 കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. 370 കൊണ്ടുവന്നതിന് ശേഷം എന്തായിരുന്നു കശ്മീരിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നത്? അവിടുത്തെ ഭീകരവാദികൾക്ക്, അവിടുത്തെ വിഘടനവാദികൾക്ക്, പിന്നെ കുറച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, ഹുറിയത്ത് കോൺഫറൻസിൻ്റെ ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ആയിരുന്നു ഡൽഹിയിൽ നിന്ന് അയക്കുന്ന കാശ് വിഹിതം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ 100% ലീക്കേജ് ആയിരുന്നു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഉണ്ടായിരുന്നത്, റേഷൻ കട വഴി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പെട്രോളുകളെല്ലാം ഉപയോഗിച്ചിരുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പെട്രോളും അതോടൊപ്പം തന്നെ അവിടേക്ക് വരുന്ന എല്ലാ സബ്സിഡികളും ഉപയോഗിച്ചിരുന്നത്, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ ഭീകരവാദികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ അവിടുത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സ്ഥിതിയായിരുന്നു ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ആ ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അളവിൽ കുറവ് വന്നത് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതോടുകൂടിയാണ്. അങ്ങനെ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതോടുകൂടി അവിടെ ഭീകരവാദികൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഈ അവസ്ഥയുണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ ഭീകരവാദത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ POKയിൽ ഈ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ POK അക്ഷരാർത്ഥത്തിൽ സ്തബ്ധമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നേരെ മറിച്ച് അവിടുത്തെ, അതായത് POKയിലെ ജനങ്ങൾ കശ്മീരിലെ ജനങ്ങളെ നോക്കുമ്പോൾ അവർ വളരെ സമ്പൽ സമൃദ്ധമായി ഇപ്പോൾ ജീവിക്കുന്നു. അവർക്ക് എങ്ങനെയും ഇപ്പോൾ കശ്മീരിലേക്ക് വന്നാൽ മതിയെന്നായി. പാകിസ്ഥാൻ നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്, അതായത് ഈ ഭീകരവാദികളെ POKയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം UN പ്ലബിസൈറ്റ് വോട്ട് എടുപ്പ് നടത്തി ഈ കശ്മീരിനെയും കൂടി പാകിസ്ഥാൻ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പാകിസ്ഥാൻ നിരന്തരമായ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ ഒരു ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വന്നതോടുകൂടി, അവർക്ക് കൃത്യമായ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ജനങ്ങളുടെ ജീവിത നിലവാരം മാറി. അവിടുത്തെ ഭീകരവാദം, അതായത് ജമ്മു കാശ്മീരിലെ ഭീകരവാദം കുറഞ്ഞു. POKയിലെ ഭീകരവാദം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ POKയിലെ ഭീകരവാദികളെ നിരന്തരം അജ്ഞാതർ തട്ടിക്കൊണ്ടേയിരിക്കുന്നു.
അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഒരു പ്ലെബിസൈറ്റ് നടത്തിയാൽ ഭാരതത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഈ രീതിയിൽ UN നിരന്തരം ഈ വാദഗതികൾ ഉപയോഗിക്കുന്നതിന് പർവ്വതനേനി ഹരീഷ് തന്നെ UN ഭാരതത്തിൻ്റെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായി, UN ജനറൽ അസംബ്ലിയിൽ നിന്ന് പാകിസ്ഥാനെ പുറത്താക്കണം. കാരണം UN സമയം വ്യർത്ഥമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. ആ രീതിയിൽ പാകിസ്ഥാന് ചുട്ട മറുപടികളൊക്കെ കൊടുത്തതിന് ശേഷം പാകിസ്ഥാനെ അടിമുടി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതായത് ഒരു ബ്രോക്കർ രാജ്യമെന്ന നിലയിൽ ഇതിലൊരു ഒത്തുതീർപ്പ് നടത്തി കുറച്ച് കാശടിച്ച് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതും പൊളിഞ്ഞ് പാളീസായിപ്പോയി. അമേരിക്കൻ ഇൻ്റലിജൻസ് നേരിട്ട് ഇടപെട്ടിട്ട് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും പാകിസ്ഥാന് ഈ സമാധാന ശ്രമത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പാടില്ല. കാരണം 13ഓളം ഭീകരവാദ സംഘടനകളുള്ള ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഈ പാകിസ്ഥാനെ ഒരു കാരണവശാലും ഇതിലേക്ക് ഉൾപ്പെടുത്തരുത്, ഇതിൻ്റെ ഭാഗമാക്കി മാറ്റരുത്. നേരത്തെ തന്നെ ഇസ്രായേൽ പാകിസ്ഥാൻ അടിച്ച് പുറത്താക്കിയിരുന്നു. പീസ് ബോർഡിൻ്റെ ഒന്ന് ഭാഗമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കാൻ പാടില്ല. ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളെ ഒത്താശയോടുകൂടിയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പാകിസ്ഥാനെ അടിമുടി ഒറ്റപ്പെടുത്തി നാണം കെടുത്തി തിരിച്ചയക്കുകയാണ് ഇപ്പോഴത്തെ ഭാരതവും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഒക്കെ പണി എന്ന് പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ അടിമുടി ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ഭീകരവാദികൾ കൂടി പാകിസ്ഥാൻ്റെ മേൽ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഉടൻ തന്നെ ഇങ്ങനൊരു രാജ്യം എന്ന നിലയിൽ ഇല്ലാതായി മാറി 2-3 പ്രവശ്യകളായിട്ട് മാറും. അതിൽ ഒരു പ്രവശ്യയായ POK ഭാരതത്തിനൊപ്പം ചേരുകയും ചെയ്യും. അതോടുകൂടി ഈ ഭീകരവാദത്തിൽ ഒരു പരിധിവരെ അറുതിയും ഉണ്ടാകും. കാരണം ആ രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഒരു പോക്ക് പോകുന്നത്. അസീം മുനീറിനും ഇപ്പോഴും അയാളുടെ കച്ചവടം എല്ലാം അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമേ താല്പര്യമുള്ളൂ. അല്ലാതെ പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ ഭരണകൂടമോ അവിടുത്തെ പട്ടാളമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ സർക്കാർ തന്നെയാണ്. പക്ഷേ ആ സർക്കാർ ഈ പട്ടാളത്തിൽ പൂർണ്ണമായും അടിപ്പെട്ട് കിടക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഖ്വാജ ആസിഫിനോട്, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററിനോട് ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ആർമിക്ക് കീഴിൽ എങ്ങനെയാണ് വന്നുപെടുന്നത്? സാധാരണഗതിയിൽ ലോകത്തിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ആർമി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയി എന്ന് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം ഇങ്ങനെ പല കേന്ദ്രങ്ങളും, അത് ആർമിക്ക് കീഴിൽ മാത്രമല്ല, അവിടുത്തെ ഭീകരവാദികൾക്ക് കീഴിൽ കൂടിയാണ് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുള്ളത്. അങ്ങനെ ആ രീതിയിൽ നയിക്കുന്ന ഒരു സർക്കാരിന് അധികമൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളെ ദ്രോഹിക്കുവാനല്ലാതെ ഇവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല. ബലൂജ് ആർമിക്ക് നേരെ ഇവർ നടത്തുന്ന നീക്കങ്ങൾ എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് ബലൂജ് ആർമി അവിടുത്തെ ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു സംഘടനയാണ്, അല്ലാതെ ഒരു ഭീകരവാദ സംഘടനയല്ല. ഇപ്പോൾ അവരെ ഭീകരവാദ സംഘടന എന്ന നിലയിലാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ നടത്തുന്നത്. അവരെ ഇറാനെ ഉപയോഗിച്ച് പോലും പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്നുള്ളത് അതിദയനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവർ തിരിച്ചടിക്കുന്നത്. ക്വറ്റയിലൊക്കെ അവർ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും ന്യായം ഉള്ള തരത്തിലുള്ള ആക്രമണങ്ങളാണ്. കാരണം ആ രീതിയിലാണ് അവിടുത്തെ സ്ത്രീകളെ, കുട്ടികളെ ഇവർ ദ്രോഹിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് നേരെ അവിടുത്തെ ജനത ശബ്ദമുയർത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ അവിടുത്തെ ജനത ശബ്ദമുയർത്തിക്കഴിഞ്ഞു. ഇനി പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. POK വ്യത്യസ്തമായൊരു രീതിയിൽ POK അവിടെ നിന്ന് മാറി ഭാരതത്തിനോടൊപ്പം ചേരും. ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമായി മാറും. പഞ്ചാബും സിന്ധും പ്രവിശ്യകൾ മറ്റ് ഇതര രാജ്യങ്ങളായി മാറി പാകിസ്ഥാൻ പലതായി വേർപിരിയുന്ന അവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യും, അതും സമീപ ഭാവിയിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.